കഴിഞ്ഞ വർഷം ഞാൻ കവറിനകത്ത് പയർ നട്ടാൽ അപ്പോൾ അതിൻ്റെ എല്ലാം കഴിഞ്ഞു. ഇനി ആ കവറിൽ തന്നെ പുതുതായിട്ട് പയർ വെച്ച് നടാൻ പോകാം. അതിനാണ് കവറ് എല്ലാം പയറെല്ലാം മുറിച്ച് കഴിഞ്ഞ് കവറെല്ലാം റെഡിയാക്കി വളമിട്ട് സെറാമിലായിരുന്നു. സെറാമിൽ ഒരു കവറിനകത്ത് ഒരു സെറാമിൽ 25 കവർ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് വളമെല്ലാം ഇട്ട് കുമയൊക്കെ കഴിഞ്ഞ വർഷം ഇട്ടാം. ഇനിയിപ്പം പയർ വെച്ച് നടക്കും. പയറിൻ്റെ വേര് കഴിഞ്ഞ വർഷത്തെ പയറിൻ്റെ വേര് ഭയങ്കര വളമാണ്. ഇവിടെ കുഴിച്ച് നടിയിൽ വെക്കുക. അങ്ങനത്തെ നല്ല വളമാണ്. ഇവിടെ 4 കവർ. ഇനി അടുത്ത അപ്പുറത്തുണ്ട് 25 കവർ. ഇങ്ങനെ കണ്ടിച്ചിട്ട് ടെറസിൻ്റെ മുകളിലാണ് ചെയ്യുന്നത് കേട്ടോ. ഷീറ്റിൻ്റെ മുകളിലാണ്. ഇത് കട്ടിയുള്ള പണിയാണ്. എല്ലാവരെയും കൊണ്ട് ഈ ഷീറ്റിൻ്റെ മുകളിൽ കയറി ചെയ്യാൻ പറ്റും. കഴിഞ്ഞ വർഷത്തെ ഒരു വെണ്ടയാണ് കേട്ടോ. വെണ്ടയുടെ കണ്ണാണ് നല്ല കായ് കിട്ടും. പയറിൻ്റെ വള്ളിയൊക്കെ വളമുള്ള അത് ഇനി കൊച്ചായിട്ട് മുറിച്ച് ഇതിൻ്റെ മൂട്ടി വെക്കണം. കഴിഞ്ഞ വർഷത്തെ കവറാണ്. അത് ഇളക്കിയിട്ട് അതിലേക്ക് ഇട്ടായി ചാക്കി വെച്ച് കുമ്മായം എല്ലാം ഇട്ടാണ് ഇതിനകത്ത് പയർ വെച്ച് കിളിപ്പിച്ച് കാല് ചെയ്യാതാണ്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. നടക്കാൻ പറ്റത്തില്ല. ഷീറ്റിൻ്റെ മുകളിലായിരുന്നു കവറിനകത്ത് ചേനയൊക്കെ നട്ടില്ല. ഇനി അവിടുത്തെ ഞാൻ പോകില്ല. അവിടുത്തെ പോകും. കഴിഞ്ഞ വർഷത്തെ എല്ലാം ഇനി ക്ലീനാക്കാം. അത് ചീരയുണ്ട്. ചീരയൊക്കെ ഉണ്ടാകും. ഇതിനെ കൊണ്ട് നല്ലോണം ഇളക്കിയിട്ട് അതിനകത്ത് സെറാമിലാക്കി കൊടുക്കും. സെറാമിലിങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഇതിൻ്റെ പുറത്ത് പിന്നെ പയറങ്ങ് കിളിപ്പിച്ച പയറാണ് കേട്ടോ. കിളിപ്പിച്ചോ വെള്ളിയൊക്കെ അത് കേട്ടാണ്. ഇവിടുന്ന് അവിടെ വരെ ഇങ്ങനെ കാണിച്ചു. ഇവിടുന്ന് അവിടെ വരെ ഉണ്ട് കവർ.
വർഷത്തെ ഇവിടെ കഴിഞ്ഞിട്ട് വേണം കവർ നടാൻ. ഈ വർഷം കൂടി ഇനി ഇതിനകത്ത് തന്നെ നടാൻ വിചാരിച്ചു. കുറച്ച് ചേമ്പുണ്ട്, കണ്ണൻ ചേമ്പ് വേണം. കണ്ണൻ ചേമ്പുണ്ട്, ജീവൻ ചേമ്പുണ്ട്, അതെല്ലാം കവറിനകത്ത് നട്ടു. ഇത് പുതിയ സൈസ് കണ്ണൻ ചേമ്പ്, ഭയങ്കര നല്ല മുഴുത്ത വിത്തായി. അതിനിടയ്ക്ക് ഒരു മത്തയും കയറിയിട്ടുണ്ട്. മത്ത കണ്ടിന് കളയാം, ഇത് വേണ്ട. മത്തങ്ങ ഉണ്ടാവും. ചേമ്പ് കളയും, ചേമ്പ് കളയും, ചേമ്പ് നിർത്തി ഈ കവറിനകത്താണ്. ഇതാണ് ഉദ്ദേശിച്ച് പുതിയ ചേമ്പ്, നല്ല വിത്താണ്, പെട്ടെന്ന് വിത്തുണ്ട്. അതിനോട് ഇച്ചിരി വളം ചെയ്തേക്കാം, വളത്തിനെയൊക്കെ കുറയ്ക്കാം. ഷീറ്റിൻ്റെ മണ്ടയിലായതുകൊണ്ട് ഇറങ്ങാനും കയറാനും സ്വാതന്ത്ര്യം കിട്ടും. പിന്നെ ഞാൻ വയ്യാത്ത ആൾ ഇരുന്നുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് മറ്റാർക്കും ഇത് പറ്റത്തില്ല. വേറെ കാലാവധി കഴിഞ്ഞു, കാലാവധി കഴിഞ്ഞോണ്ട് ഇനിയിപ്പോൾ ഇത് നിർത്തിയേച്ചാൽ വെറുതെ സമയം കളയത്തില്ല. അതുകൊണ്ടാണ് രണ്ടാമത്തെ ഈ കവറിനകത്ത് തന്നെയാണ് നടാൻ. ഇതിപ്പോൾ 20 കവറുണ്ട്. 20 കവർ കൂടി ഇതുപോലെ ആക്കിയിട്ട് പിന്നെ ബാക്കി പിന്നെ വിത്ത് നടാൻ നേരം വീഡിയോ പിന്നെ എടുക്കാം. അങ്ങനെ പയർ നട്ടു, കിളിച്ചു, ഒരു വളമൊക്കെ ചെയ്തു. 45-ാമത്തെ ദിവസം പയറുണ്ടായി. അത് കഴിഞ്ഞ് വളം ചെയ്തത് രാസവളമൊന്നും ഇട്ടില്ല, എല്ലാം ജൈവവളമാണ്. കൊന്നയുടെ ഇല, ശർക്കര, ചെറുപയർ, ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിനകത്ത് വെള്ളത്തിനകത്ത് ഇട്ട് 15 ദിവസം കഴിഞ്ഞപ്പോൾ അത് കുറച്ചെടുത്തിട്ട് 5-ലൊന്ന് വെള്ളം കൂടി ചേർത്ത് ഇതിനെല്ലാം 25 കവറുണ്ട്, 25 കവറിൽ എല്ലാം ഒഴിച്ചു. അങ്ങനെ 45-ാമത്തെ ദിവസം പയർ പൂത്ത് പയറുണ്ടായി. അപ്പം അങ്ങനെ ഇന്ന് കുറച്ച് പയർ പറിക്കണമെന്ന് വിചാരിച്ചിരിക്കുക. ഇത് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ആ ഉള്ള പയറിഞ്ഞ് പറിക്കും. കഴിഞ്ഞ വർഷം എനിക്ക് കിട്ടിയതിൻ്റെ അത്ര ഈൽഡ് ഈ വർഷം കിട്ടിയില്ല, മഴയായതുകൊണ്ട്. അങ്ങനെ ഈ കൃഷി കുഴപ്പമില്ല, എന്നാലും ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ അത്രയും ഫലം കിട്ടിയില്ല. അടുത്ത വർഷം ഇനി നോക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ഇടുന്നിടം വരെ എല്ലാവർക്കും ഹാപ്പി ഓണം പറയുന്നു. ഈ പയർ വിത്ത് വാങ്ങിച്ചത് ഇവിടുന്നൊന്നും അല്ല, ഈ റോഡിൽ നിന്ന്.